സഹോദരങ്ങൾ പഠിച്ചു ശരിക്കും മനസ്സിലാക്കുക. കുഫർ എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ എന്നാൽ പണ്ഡിതന്മാർ അതിനെ 5 ഇനങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ 5ഉം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്. 5ഉം കുഫർ വലുതുണ്ട് ചെറുതുണ്ട്, ഷിർക്ക് വലുതുണ്ട് ചെറുതുണ്ട് എന്നതുപോലെ ചില പ്രവർത്തനങ്ങളെ കുഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമിനെ ചീത്ത വിളിക്കുക അത് ഫുസൂഖാണ്, വഖിതാലുഹു കുഫറുൻ, അവനോട് യുദ്ധം ചെയ്യുക, അവനോട് പോരടിക്കുക കുഫറാണ്. അതേത് കുഫറാണ്? കുഫറുൻ ദൂന കുഫർ, ഇസ്ലാമിൽ പുറത്തു പോകാത്ത കുഫർ. ഒരാൾ വേറൊരു മുസ്ലിമായി തല്ലുകൂടിയ ഉടനെ അവൻ കാഫിറാവോ? ഇല്ല. പക്ഷെ അത് വലിയ തെറ്റാണ്, വലിയ തെറ്റാണ്. എന്നാൽ അൽ കുഫർ അക്ബർ, ഇസ്ലാമിൽ പുറത്തു പോകുന്ന കുഫർ, അത് 5 ഇനമുണ്ട്. എല്ലാ കുഫറും ഒരുപോലെയല്ല. ഒന്ന് കുഫറു തക്ദീബിൻ വ ജുഹൂദ്, കുഫറു തക്ദീബിൻ വ ജുഹൂദ് അഥവാ നിഷേധിക്കുന്ന തള്ളിക്കളയുന്ന കുഫർ. അംഗീകരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ് പറഞ്ഞത്, നബി കൊണ്ടുവന്ന ദീൻ സത്യമാണ് എന്നത് അവൻ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അവന്റെ മനസ്സിലെവിടെയും അതില്ല. ഇതാണ് കുഫറു ജുഹൂദിൻ വ തക്ദീബ്. ശ്രദ്ധിക്കുക, പണ്ഡിതന്മാർ പറഞ്ഞു. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം മദാരിജുസ് സാലിഖീൻ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം, ഈ കുഫർ കുറവാണ് ആളുകൾക്കിടയിൽ. രണ്ടാമത്തെ ഇനം ഏതാണ്? അത് കുഫ്റു ഇബാഇൻ വസ്തിക്ബാർ. കുഫ്റു ഇബാഇൻ വസ്തിക്ബാർ എന്താണ് ആ കുഫർ എന്ന് പറഞ്ഞാൽ? അറിയാമാണ് ഇസ്ലാം സത്യമാണ് എന്നിട്ട് തള്ളിക്കളയുക, വിസമ്മതി, സ്വീകരിക്കാൻ തയ്യാറല്ല, അഹങ്കരിക്കുക. ഇതാണ് ബഹുഭൂരിപക്ഷ ആളുകളുടെയും കുഫർ. അബൂ താലിബിന്റെ കുഫർ ഇതായിരുന്നു. അല്ലെങ്കിൽ അബൂ താലിബ് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനാണ്, അതാണ് ഖൈറായ ദീൻ എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ ആളാണ്. ഫിറഔനെയും കൂട്ടരെയും കുറിച്ച് അല്ലാഹു പറഞ്ഞു, വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമ വഉലുവ. അവരുടെ മനസ്സിൽ അവർ അത് ശരിയാണെന്ന് ഉറപ്പിച്ചവരാണ്, പക്ഷേ അഹങ്കാരത്തോടെ താൻ പോരിമയോടെ അവരത് തള്ളിക്കളഞ്ഞു. ഇബ്ലീസ് എന്താ ഇബ്ലീസിന്റെ കഥ? അവനറിയാഞ്ഞിട്ടാണോ? ആ റബ്ബിനോട് പരലോകം വരെ എനിക്ക് സമയം നീട്ടിത്തരണം എന്നാണ് അവൻ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ എന്താണ്? അബ വസ്തക്ബറ, അവൻ വിസമ്മതിച്ചു, അവൻ അഹങ്കരിച്ചു. വകാന മിനൽ കാഫിരീൻ, കാഫിറുകളുടെ കൂട്ടത്തിലാണ്. രണ്ടാമത്തെ കുഫർ എന്താണ്? കുഫർ ഇബാഇൻ വസ്തിക്ബാർ, അറിയാം സത്യമാണെന്നൊക്കെ അറിയാം, സ്വീകരിക്കൂല. മൂന്നാമതൊരു കുഫറുണ്ട്. മൂന്നാമത്തേത് എന്താണ്? കുഫർ ഇഅറാദിൻ. കുഫർ ഇഅറാദ് എന്താണ്? കുഫർ ഇഅറാദ് എന്ന് പറഞ്ഞാൽ അവഗണിക്കുക. ഈ കുഫർ എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ കാണാം ഈ കുഫറിലകപ്പെട്ടവരെ. ഈ കുഫറാണ് ഒരുപാട് ആളുകൾക്കിടയിൽ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ കുഫർ എന്ന് പറഞ്ഞാൽ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണോ? സത്യമാണെന്ന് അവൻ പറയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കളവാണോ? അതും അവൻ പറയില്ല. ഒന്നും പറയില്ല. ഇതൊന്നും എന്റെ വിഷയമല്ല. ഇസ്ലാം സത്യമാണോ? ആർക്കറിയാം. ഇസ്ലാം കളവാണോ? ആർക്കറിയാം. ആർക്ക് അതൊക്കെ നോക്കണം. ഇങ്ങനെ ജീവിക്കണം. അവൻ നിഷേധിച്ചിട്ടുമില്ല, സ്വീകരിച്ചിട്ടുമില്ല. എന്താ അവന്റെ വിധി? കാഫിറാണ്, യാതൊരു സംശയവുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ട ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണെന്ത്? നബിയെ പിൻപറ്റുക എന്നുള്ളത്. അള്ളാഹു അവന്റെ റസൂലിനെ വെറുതെ നിയോഗിച്ചതാണോ? എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ആകാശഭൂമികളെ പടച്ച റബ്ബ് അവന്റെ റസൂലിനെ ബഷീറും നദീറുമായി ഈ ഖുർആനും കൊടുത്ത് അയച്ചത് എന്തിനാ? നിനക്ക് തള്ളിക്കളയാനാണോ? എനിക്കൊന്നും അറിയില്ല, ശരിയോ തെറ്റോ എന്താകട്ടെ, ഞാൻ എന്റെ ജീവിതം ജീവിച്ചോളാം എന്ന് പറയാനാണോ? നിന്നെ പടച്ച നിന്റെ റബ്ബ് നിയോഗിച്ച റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാട്ടിലെ രാജാവ്, നാട്ടിലെ ഭരണാധികാരി ഒരു ദൂതനെ എന്റെ വീട്ടിലേക്ക് അയച്ചു. എങ്ങനെയായിരിക്കും നീ ആളെ സ്വീകരിക്കുന്നത്? പ്രധാനമന്ത്രി എന്റെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. പോട്ടെ, അയാൾ കണ്ടിട്ടും കൂടിയില്ല. അയാൾ കുറെ ആളുകൾക്ക് ഒരു കത്തയക്കാൻ ഉത്തരവിട്ടു. ഓഫീസിൽ നിന്ന് സീലടിച്ചിട്ട് ഒക്കെ വന്നു. പുഞ്ഞുപോലെ ഏറ്റുവാങ്ങും, അത് ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കും. അല്ലേ? നാട്ടിലൊരു ഭരണാധികാരിയുടെ ഒരു സന്ദേശം കിട്ടിയാൽ ഇങ്ങനെ ഒരു ആളുകൾ പെരുമാറും. ഇത് ആരുടെ റിസാല? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റിസാലത്താണ് ഇസ്ലാം. മിനല്ലാഹി അർ-റിസാല വഅല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ബലാഗ് വഅലൈനാ തസ്ലീം. ഇമാം മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്-സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാം. മിനല്ലാഹി അർ-റിസാല, ഈ സന്ദേശം അല്ലാഹുവിൽ നിന്നാണ്. വഅല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ബലാഗ്, നബിയുടെ ഉത്തരവാദിത്തം എന്താണ്? ഇത് എത്തിച്ചു തരിക.
വഅലൈന തസ്ലീം, നമ്മുടെ ബാധ്യത എന്താ? തസ്ലീം, അതിന് കീഴൊതുങ്ങുക. സകല മനുഷ്യരുടെയും ബാധ്യതയാണ്. അതല്ലാതെ ഒരുവൻ അതിനെ അവഗണിച്ചാൽ, നിഷേധിച്ചിട്ടില്ല, ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ നിഷേധിച്ചിട്ടില്ല? ഞാൻ അത് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല, ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല, ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. അവഗണിച്ച് ജീവിക്കാൻ ഇങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് കാണാം. എന്താ അവന്റെ വിധവ മുസ്ലിമാണോ? അല്ല, കാഫറാണ്. ചില വിവരദോഷികൾ പറയും, ഇല്ല, അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ കാഫർ എന്ന് പറയാൻ പറ്റൂല. പിന്നെയോ, കാഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാം എത്തിച്ചു കൊടുത്ത്, അത് പറഞ്ഞുകൊടുത്ത്, അത് ബോധ്യപ്പെടുത്തി, എന്നിട്ട് അവൻ ഇല്ല ഞാൻ ഇത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ മാത്രമേ അവനെ കാഫറാണെന്ന് വിളിക്കാൻ പാടുള്ളൂ. ശരി, എന്നാ മക്കളെ കെട്ടിച്ചെടുത്താട്ടെ, നാളെ മുതൽ മുസ്ലിമുകൾ ഖബർസ്ഥാനിൽ അവൻ മരിച്ചാൽ ഖബറെടുക്കട്ടെ. അവൻ പറയുന്നില്ല അവൻ മുസ്ലിമാണ്, അവൻ ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നില്ല, എന്നിട്ട് നീ അവനെ മുസ്ലിമാണെന്ന് പറയുകയാണോ? അല്ല, കുഫർ, ഇതും കുഫറാണ്. കുഫർ ഇറാബ്. ഇത് മനസ്സിലാക്കാതെയാണ് പല ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവഗണിക്കുക, ഇസ്ലാമിനെ അവഗണിക്കുക. ഇസ്ലാം അത് ശരിയാണോ തെറ്റോ ഒന്നും പറയുന്നില്ല, പക്ഷെ അവൻ സ്വീകരിക്കുന്നില്ല. അത് കുഫറാണ്. അങ്ങനെ ചെയ്തവൻ കാഫറാണ്, യാതൊരു സംശയവുമില്ല അതിൽ. അപ്പൊ നോക്കൂ, 3 കുഫറിന്റെ ഇനങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് കുഫ്റു ജുഹൂദിൻ വ തക്ദീബ്, രണ്ടാമത്തേത് കുഫ്റു ഇബാഇൻ വ ഇസ്തിക്ബാർ, മൂന്നാമത്തേത് കുഫ്റു ഇറാബ്, നാലാമത്തേത് കുഫ്റു ശക്ക്, കുഫ്റു ശക്കിൻ, സംശയത്തിന്റെ കുഫർ. ഇതേത് കുഫറാണ്? ഈ കുഫർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഒരാൾ പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണോ? സാധ്യതയുണ്ട്, ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. പരലോകമുണ്ടോ? ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ രക്ഷപ്പെടട്ടെ, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ ജീവിക്കുകയാണ്. ഇങ്ങനെ ഒരുവൻ പറഞ്ഞാൽ, ഇങ്ങനെ ഒരുവൻ വിശ്വസിച്ചാൽ അവൻ കാഫറാണ്. പഠിച്ചു വെക്കുന്നത് കാഫറാണ്. എന്തുകൊണ്ടാണ്? ഒരു ഖാഇദ, ഒരു അടിസ്ഥാന നിയമമുണ്ട്, ശരിക്കും മനസ്സിലാക്കിയത്. എന്താണ്? യഖീൻ നിർബന്ധമായ ഒരു കാര്യം, അഥവാ ഒരു കാര്യത്തിൽ യഖീൻ, ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുക, യഖീൻ ഉണ്ടാവുക നിർബന്ധമാണ് എന്ന് അല്ലാഹു റസൂലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അതിൽ ശക്ക് വച്ചാൽ കാഫറായി പോകും. പരലോകം അത് യഖീനാണ്, ഒരു സംശയവും അതിലില്ല. അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ഖുൽ ഈ വറബ്ബി, പറയൂ നബി, എന്റെ റബ്ബ് തന്നെ സത്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യാൻ പഠിപ്പിച്ച അല്ലാഹു ഖുർആനിൽ 3 തവണ പറഞ്ഞ കാര്യം എന്താണ്? പരലോകമുണ്ട് എന്ന കാര്യമാണ്. അല്ലാഹു അവന്റെ റസൂലുകൾ മുഴുവൻ നിയോഗിച്ചത് ഇതിനാണ്. നബിമാരും അവരുടെ എതിരാളികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കം എന്താണ്? പരലോകമാണ്. എതിരാളികൾ പറഞ്ഞ് നമുക്ക് ഖുർആനിൽ എത്ര തവണ കാണാം, ഞങ്ങൾ മണ്ണും എല്ലും, നുരുമ്പിപ്പോയ എല്ലും മണ്ണും ആയതിനു ശേഷം അല്ലാഹു നമ്മളെ വീണ്ടും ജീവിപ്പിക്കാനോ? ഈ വാക്കും നബിമാർ അവർക്ക് നൽകിയ മറുപടിയും ഖുർആനിൽ ആവർത്തിച്ച് കാണാം. എന്നിട്ട് ഒരുത്തം പറയാണെന്ത്? ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ശരിയാകാം. കാഫറാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണോ? ആകാം, ആകാതിരിക്കാം, നമ്മളൊന്നും പറയുന്നില്ല. ഇസ്ലാമിൽ നമ്മൾ പുറത്താണ്, അവൻ കാഫറാണ്. ഇതാണ് 4ാമത്തെ കുഫറിന്റെ ഇനം. 5ാമത്തെ കുഫറിന്റെ ഇനം അത് കുഫ്റു നിഫാഖ്, കുഫ്റു നിഫാഖിൻ. ഇത് മുനാഫിഖുകളുടെ കുഫറാണ് എന്ന് പറയാം. അവന് ഉള്ളിൽ യാതൊരു വിശ്വാസവുമില്ല, അള്ളാഹുലോ പരലോകത്തിലോ യാതൊരു വിശ്വാസവുമില്ല. പുറമേക്ക് അവൻ പറയുന്നു ഞാൻ വിശ്വാസിയാണ്. إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون. മുനാഫിഖുകൾ താങ്കളുടെ അരികിലേക്ക് വന്നാൽ അവർ പറയും, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വെറും കളവ് പറഞ്ഞതാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹുവിനറിയാം താങ്കൾ അവന്റെ റസൂലാണ്. അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, മുനാഫിഖുകൾ കളവ് പറയുകയാണ്. ഇതാണ് 5ാമത്തെ കുഫർ. അവരെന്തെങ്കിലും ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടിയായിരിക്കും ഇസ്ലാം ഉണ്ട് എന്ന് പറയുന്നത്. ഈ 5 കുഫറും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്.